വൈക്കം ആറാട്ടുകുളങ്ങരയിലെ വീടിനുള്ളിൽ നിന്നും 55 പവനോളം സ്വർണവും ഡയമണ്ടുകളും മോഷ്ടിച്ച കേസിൽ കർണാടക സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ താമസക്കാരനായ കർണാടക സ്വദേശി ഉമേഷ് റെഡ്ഡിയെയാണ് കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഉമേഷ് റെഡ്ഡി പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ വൈക്കത്ത് മോഷണം നടത്തിയ വിവരം തളിപ്പറമ്പ് പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 12-ന് വൈക്കം ആറാട്ടുകുളങ്ങര തെക്കേ നാവള്ളിൽ എൻ പുരുഷോത്തമൻ നായരുടെ വീട്ടിൽ നിന്നാണ് പട്ടാപ്പകൽ 55 പവൻ സ്വർണവും ഡയമണ്ടുകളും മോഷ്ടിച്ചത്. കണ്ണൂരിലെ മോഷണത്തിൽ റിമാൻഡിലായ ഉമേഷ് റെഡ്ഡിയെ വൈക്കത്തെ മോഷണവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തുന്നതിനായി ശനിയാഴ്ച വൈക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വൈക്കം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ തലയോലപ്പറമ്പ് മിഠായിക്കുന്നം തട്ടുംപുറത്ത് ടി.കെ. മധുവിന്റെ വീട്ടിൽ നിന്നും മോഷണം നടത്തിയ വിവരം ഇയാൾ സമ്മതിച്ചു. കഴിഞ്ഞ ജൂൺ 21-ന് പട്ടാപ്പകലാണ് ഇവിടെ മോഷണം നടത്തിയത്. 12 പവനും 13,000 രൂപയുമാണ് അപഹരിക്കപ്പെട്ടത്. പ്രതിയെ ഇവിടെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവ ദിവസം ഇയാളെ കണ്ട അയൽവാസി ആളെ തിരിച്ചറിഞ്ഞു. സംഭവ ദിവസം ഇരു വീടുകളിലും ആളില്ലെന്ന് ഉറപ്പുവരുത്തി. ആയുധം ഉപയോഗിച്ച് വാതിൽ കുത്തിത്തുറന്നാണ് ഇയാൾ മോഷണം നടത്തിയത്. എസ്.ഐമാരായ ജയകൃഷ്ണൻ എം, വിജയപ്രസാദ് എം.എൽ. എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരു സ്ഥലങ്ങളിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. എലൈറ്റ് ന്യൂസ്, വൈക്കം.